പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 30 ചോദ്യങ്ങളടങ്ങിയ ഒരു ജിയോഗ്രഫി മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ ഋതുഭേദങ്ങളും സമയവും കാറ്റിൻ്റെ ഉറവിടം തേടി ഈ 2 ചാപ്റ്ററുകളുടെയും മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. LDC 2024 പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയും സൂര്യനും ഏറ്റവും അകന്നു വരുന്ന ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയും സൂര്യനും ഏറ്റവും അകന്നു വരുന്ന ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അപ്ഹീലിയോൺ എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ സൂര്യവിദൂര ദിനം. സൂര്യനും ഭൂമിയും ഏറ്റവും അകന്നു വരുന്ന ദിവസമാണ് അപ്ഹീലിയോൺ അഥവാ സൂര്യവിദൂര ദിനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ദിനം ഏതാണ്? താഴെ പറയുന്നതിൽ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ദിനം ഏതാണ്? ഉത്തരം മാർച്ച് 21 ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് എത്ര ഡിഗ്രിയാണ്? ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് എത്ര ഡിഗ്രിയാണ്? ഉത്തരം 66.5 ഡിഗ്രിയാണ് പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്. അടുത്ത ചോദ്യം, സൂര്യന് ചുറ്റും ഭൂമി വലം വയ്ക്കുന്നത് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സൂര്യന് ചുറ്റും ഭൂമി വലയം വെക്കുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പരിക്രമണം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? ഉത്തരം ബെറിങ് കടലിടുക്കാണ്. അടുത്ത ചോദ്യം, ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്നതിനെ എന്തു പറയുന്നു? ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്നതിനെ എന്തു പറയുന്നു? ഉത്തരം ഭ്രമണം. അടുത്ത ചോദ്യം, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന സഞ്ചാരപഥത്തിൻ്റെ ആകൃതി എന്താണ്? ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന സഞ്ചാരപഥത്തിൻ്റെ ആകൃതി എന്താണ്? ഉത്തരം എലിപ്റ്റിക്കൽ അഥവാ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത, എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് അറിയപ്പെടും. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ഉത്തരം വസന്തകാലമാണ്. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീനിച്ച് രേഖ. അടുത്ത ചോദ്യം, ഒരു മണിക്കൂറിൽ ഭൂമിയുടെ എത്ര ഡിഗ്രി പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്? ഒരു മണിക്കൂറിൽ ഭൂമിയുടെ എത്ര ഡിഗ്രി പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്? ഉത്തരം 15 ഡിഗ്രി പ്രദേശമാണ് ഒരു മണിക്കൂറിൽ സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിൽ ഏറ്റക്കുറച്ചിലിന് കാരണം എന്താണ്? ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിൽ ഏറ്റക്കുറച്ചിലിന് കാരണം എന്താണ്? ഉത്തരം സൂര്യൻ്റെ അയനമാണ് ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണം. അടുത്ത ചോദ്യം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏറ്റവും കൂടിയ അകലം എത്ര? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏറ്റവും കൂടിയ അകലം എത്ര? ഉത്തരം 152 ദശലക്ഷം കിലോമീറ്റർ. അടുത്ത ചോദ്യം, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ആരുടെ സഞ്ചാര സാഹിത്യ പുസ്തകമാണ്? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ആരുടെ സഞ്ചാര സാഹിത്യ പുരസ്കാരമാണ്? ഉത്തരം SK പൊറ്റക്കാട്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഉത്തരം 82.5 ഡിഗ്രിയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അടുത്ത ചോദ്യം, ലംബതലത്തിൽ ഭൂമിയുടെ ചരിവ് എത്ര ഡിഗ്രിയാണ്? ലംബതലത്തിൽ ഭൂമിയുടെ ചരിവ് എത്ര ഡിഗ്രിയാണ്? ഉത്തരം 23.5 ഡിഗ്രിയാണ് ലംബതലത്തിൽ നിന്നുള്ള ഭൂമിയുടെ ചരിവ്. ഭൂമിയുടെ ഭ്രമണദിശ ഏതാണ്? ഭൂമിയുടെ ഭ്രമണദിശ ഏതാണ്? ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ. അടുത്ത ചോദ്യം, ഭൂമിയും സൂര്യനും ഏറ്റവും അകന്നു പോകുന്ന ദിനം എന്നാണ്? ഭൂമിയും സൂര്യനും ഏറ്റവും അകന്നു പോകുന്ന ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 4. അടുത്ത ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്?
ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ഉത്തരം ഡിസംബർ 22-നാണ് പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? ഭൂമിയെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 24 സമയമേഖലകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദക്ഷിണാർദ്ധഗോളത്തിലെ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രത്തിലൂടെ ആഞ്ഞുവീശുന്ന പശ്ചിമവാതം ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിലെ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രത്തിലൂടെ ആഞ്ഞുവീശുന്ന പശ്ചിമവാതം ഏതാണ്? ഉത്തരം റോറിംഗ് ഫോർട്ടീസ് ആണ്. 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ ആഞ്ഞുവീശുന്ന പശ്ചിമവാതം. അടുത്ത ചോദ്യം, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഉത്തരം മൺസൂൺ. അടുത്ത ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം വടക്ക് കിഴക്കൻ കാറ്റുകൾ. അടുത്ത ചോദ്യം, ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിൽ ആഞ്ഞുവീശുന്ന റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഏത് കാറ്റാണ്? ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാല സമുദ്രങ്ങളിൽ ആഞ്ഞുവീശുന്ന റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഏത് കാറ്റാണ്? ഈ 3 കാറ്റുകൾക്കും ഒരു പേരുണ്ട്. ഉത്തരം പശ്ചിമവാതങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാതങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാകാൻ കാരണമെന്ത്? ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാതങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തേക്കാൾ കൂടുതലാവാൻ കാരണമെന്ത്? ഉത്തരം സമുദ്രങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നർത്ഥം വരുന്ന ട്രെഡൻ ഏതു ഭാഷയിലേതാണ്? ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നർത്ഥം വരുന്ന ട്രെഡൻ എന്ന വാക്ക് ഏതു ഭാഷയിലേതാണ്? ഉത്തരം ജർമ്മൻ ഭാഷയിലെ ഒരു വാക്കാണ് ട്രെഡൻ. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് പണ്ഡിതൻ ആരാണ്? മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് പണ്ഡിതൻ ആരാണ്? ഉത്തരം ഹിപ്പാലസ് ആണ്. അടുത്ത ചോദ്യം, നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകൾ ഏതാണ്? നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകൾ ഏതാണ്? ഉത്തരം കാലിക വാദങ്ങൾ. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാറ്റുകൾ ഏതാണ്? വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാറ്റുകൾ ഏതാണ്? ഉത്തരം ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അടുത്ത ചോദ്യം, കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കരക്കാറ്റാണ്. അടുത്ത ചോദ്യം, ധ്രുവങ്ങളിൽ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അടുത്ത ചോദ്യം, ധ്രുവത്തിനോടടുത്ത് 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മർദ്ദമേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ധ്രുവത്തിനോടടുത്ത് 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മർദ്ദമേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 30 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ജിയോഗ്രഫിയിൽ നിന്ന് ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക, നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.